അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് കുറച്ച് കൈകളുടെ സംശയങ്ങളാണ് എന്നോട് പലരും പേഴ്സണലായിട്ട് ചോദിച്ചു. ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ, പട്ടുവടക്കും ബ്ലൗസിനൊക്കെ ചെയ്യാൻ പറ്റിയ ക്രോസ് സ്ലീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആം ഹോൾ എത്രയാണ് നോക്കുക ആദ്യം തന്നെ. അതായത് നമ്മുടെ ക്രോസ് സ്ലീവ് തയ്ക്കാനായിട്ട് നമ്മുടെ കൈക്കുഴി എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ നമുക്ക് ആം ഹോൾ ഒരു 12 ഇഞ്ചാണെങ്കിൽ ആ 12 അതേ 12 ഞാൻ ദേ ഇവിടെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. 12. ഓക്കെ, നമ്മുടെ ആം ഹോളാണ് കേട്ടോ. കൈനീളം ഒന്നുമല്ല ഞാൻ മാർക്ക് ചെയ്യണത്, ആം ഹോൾ. ഓക്കെ, അത് ഇപ്പുറത്തേക്കും കൂടെ മാർക്ക് ചെയ്യണം. അപ്പോൾ 12 സ്ക്വയർ പീസായിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ ആം ഹോളിൻ്റെ സെയിം അളവിൽ നമുക്ക് സ്ക്വയർ ആയിട്ട് ഇരിക്കണം. 2 പീസ് എടുക്കണം. 2 കൈ ഉണ്ടല്ലോ, 2 കൈക്ക് വേണ്ടിയിട്ട് 2 പീസ് എടുക്കണം കേട്ടോ. ഇത് ക്രോസ് സ്ലീവ് അഥവാ ക്യാപ് സ്ലീവ് എന്നൊക്കെ പറയുന്ന സ്ലീവാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 പീസ് എടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി എടുക്കണ കാരണം ഒരെണ്ണേ എടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾ 2 പീസ് എടുക്കുക. എന്നിട്ട് ഇതെങ്ങനെയാണ് മടക്കി കട്ട് ചെയ്യണമെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആം ഹോളിൻ്റെ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. അത് മറന്നു പോകരുത്. നമ്മൾ കൈനീളം ഒന്നും വെച്ച് അളക്കരുത് കേട്ടോ. ആം ഹോൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ സ്ക്വയർ ആയിട്ടൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ മടക്കണ്ടേ എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും 12 ഇഞ്ച് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനെതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കാം. അപ്പോൾ ഈ മടക്ക് ഭാഗം ഉണ്ടല്ലോ, ഇതാണ് കൈയിൻ്റെ എൻഡ് ഭാഗം. അതിനിങ്ങനെ കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ നീളം അളന്നിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ 3 ഇഞ്ച് ഉണ്ടാവും, 2.5 ഇഞ്ച് ഉണ്ടാവും, ഓരോരുത്തരുടെ കൈ നീളം അനുസരിച്ച്. ക്യാപ് സ്ലീവ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇങ്ങനെ ചെറിയ ഒരു കുഞ്ഞി ക്യാപ്പ് പോലെ, അതായത് തൊപ്പി പോലെ ഉണ്ടാവുകയുള്ളൂ. അതനുസരിച്ച് നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 3.5 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൈവണ്ണം നമ്മൾ അളന്നിട്ടുണ്ടാവുമല്ലോ ബോഡിയിൽ നിന്ന്. അത് അളവെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ടൈറ്റായിട്ട് അളവെടുക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്യാപ് സ്ലീവാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ലൂസ് വേണം നോക്കിയിട്ട് അളവെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ കറക്റ്റായിട്ടാണ് അളവെടുത്തതിനേക്കെങ്കിൽ അതിനേക്കാളും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂടുതലിട്ടിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട്. ഒട്ടും ടൈറ്റായി പോകരുത് കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ വളച്ചൊന്നും വെട്ടണ്ട കേട്ടോ. അതായത് ഇതുപോലെ വെട്ടിയാൽ മതി. ഒരുപാട് വളച്ച് കുനിച്ചൊന്നും വെട്ടരുത്. വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒന്നാമത് ക്രോസ് അല്ലേ ഈ സ്ലീവ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നോക്കി, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടേണ്ട, ഒരു കാര്യം ചെയ്യേണ്ട. അതായത് ഇതുപോലെ നമുക്ക് കൈ റെഡിയാക്കി എടുക്കാം ഒരു കണ്ണിൻ്റെ ഷേപ്പിൽ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതായി ഈ സൈഡിൽ ഈ ഓപ്പൺ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അത് രണ്ടായിട്ട് മടങ്ങിയിരിക്കില്ല, അത് രണ്ടും കൂടെ ഒന്ന് ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് അടിച്ചേക്കുക. അതിന് ശേഷം ആം ഹോൾ നമ്മൾ അറിയാമല്ലോ, ആം ഹോൾ നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ കൈവണ്ണം അല്ലെങ്കിൽ ഉടുപ്പിൽ ഇങ്ങനെ ആം ഹോൾ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. കൈവണ്ണം മാർക്ക് ചെയ്യുക. കൈവണ്ണം മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താണ് ലൂസ് കൂട്ടിയിട്ടിട്ട് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് ടൈറ്റാക്കി മാർക്ക് ചെയ്യരുത്. ലൂസ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് അടിച്ചിട്ട് റൗണ്ടിൽ കൈ കയറ്റി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നേരെ അടിച്ചിട്ട് സൈഡ് അടിച്ച് പോയാലും മതി. എന്ന് വെച്ചാൽ കൈക്കുഴിയുടെ അവിടെ തുണി കുറവായതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, ചുളിവൊന്നും വരില്ല. നേരെ ഇങ്ങനെ അടിച്ചതിന് ശേഷം, അതായത് നമുക്ക് സെൻറ്റർ പോയിൻറ്റ് കറക്റ്റായിട്ട് ഷോൾഡറിൽ വെച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡലാണ് വെറുതെ പഫ് പോലെ സ്ലീവ് വെക്കണം. അതെങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ പട്ടുപാടയുടെ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ലെങ്ത്ത് വേണം നോക്കുക. അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലെടുക്കുക. ഒരുപാട് കൂടുതലെടുക്കണ്ട കേട്ടോ, 1 ഇഞ്ച്. അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈ നീളം നോക്കിയിട്ട് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നീളത്തിലിങ്ങനെ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈയിൻ്റെ കൈക്കുഴിനേക്കാളും കുറച്ച് കൂടുതൽ, ഒരു 3 ഇഞ്ചൊക്കെ കൂടുതൽ എടുക്കണം കേട്ടോ. അതായത് ആം ഹോളിനേക്കാളും ഒരു 3 ഇഞ്ച് കൂടുതൽ എടുക്കണം. എന്നിട്ട് ഇതുപോലെയാണ് പഫിട്ട് വരുന്നത്. കറക്റ്റായിട്ട് വെട്ടണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് നമുക്ക് നീറ്റായിട്ടൊന്ന് മടക്കി അടിക്കണം കേട്ടോ. എന്നിട്ടാണ് ഇതുപോലെ പഫിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ആനയുടെ ചെവി പോലെ നിൽക്കും. ആ കൈ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഇപ്പോൾ റെഡിമെയ്ഡിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് 5 ഇഞ്ചല്ലേ, ഈ സൈഡിൽ നമുക്ക്
1 ഇഞ്ച് മടക്കാനും തയ്യൽ തുമ്പൊക്കെ 1 ഇഞ്ച്, പിന്നെ നമുക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കുള്ള സ്റ്റിച്ച് ചെയ്ത് വെക്കാനുള്ള തുമ്പും കൂടി കൊടുത്ത് 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും വളച്ചും തിരിച്ചൊന്നും മാർക്ക് ചെയ്യേണ്ടത്, ഇതുപോലെ അങ്ങ് നേരെ അങ്ങ് വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കൈക്കുഴിയുടെ അളവ് നോക്കുക, കൈക്കുഴി എത്രയാണെന്ന് നോക്കുക. അതിനേക്കാളും ഒരു 3 ഇഞ്ച് കൂടുതൽ, കൈക്കുഴിനേക്കാളും 3 ഇഞ്ച് കൂടുതൽ. അപ്പോൾ 12 കൈക്കുഴിയെങ്കിൽ 6 മാർക്ക് ചെയ്തിട്ട് ഒരു 3 ഇഞ്ച് കൂടുതൽ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ചുരുക്കിടാൻ സ്പേസ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് എലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു കൈയാണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞു മക്കളുടെ ഡ്രസ്സിലൊക്കെ ഇത് വരുന്നുണ്ട്. അതാണ് ഞാൻ ഇതുകൂടെ ഒന്ന് കാണിച്ചു തന്നത്. ഈ അരിക് നേരിതായിട്ടൊന്ന് അടിക്കുക, അല്ലെങ്കിൽ സിക്സാക്ക് ചെയ്തെടുക്കുക, എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ കുഞ്ഞായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഉടുപ്പിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ദാ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചുളുക്കിട്ടിട്ട് കുഞ്ഞു കുഞ്ഞു ചുളുക്കിട്ട് കറക്റ്റായിട്ട് നമ്മുടെ കൈക്കുഴിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലത്തെ സ്ലീവ് കണ്ടിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു സ്ലീവ് കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട്, കുഞ്ഞുങ്ങൾ ഇട്ടാലും നല്ല ഭംഗിയുണ്ട്. എലാസ്റ്റിക് ഒന്നും വെക്കണ്ട, അടിപൊളി സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ കാണിച്ചു തന്നു, ഒരു ക്രോസ് സ്ലീവ് കാണിച്ചു തന്നു, പിന്നെ ദാ ഇതുപോലെ ഒരു സ്ലീവും കാണിച്ചു തന്നു. ഇനി അടുത്തത് നമുക്ക് വേറൊരു കുറച്ച് വരെ ഇങ്ങനെ ഗുബ്ബാര പോലെ, അതായത് ബലൂൺ പോലെ വന്നിട്ട് താഴ്ഭാഗത്ത് പടി വരണത്. ഇപ്പോൾ സാരി ബ്ലൗസിനാണെങ്കിലും പട്ടുപാവാട ബ്ലൗസിനാണെങ്കിലും എല്ലാവരും ആ ഒരു സ്ലീവ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 10 ഇഞ്ചാണ് നമുക്ക് കൈനീളം വന്നിട്ടുള്ളത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് 6 ഇഞ്ചും കൊടുക്കുക, ഒന്ന് 4 ഇഞ്ചും കൊടുക്കുക. അപ്പോൾ മുകളിലത്തത് 6 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുണി മടക്കിയിട്ടേക്കാണ്, രണ്ടാക്കി മടക്കിയിട്ടിട്ട് 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴി എത്രയാണോ അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. നമുക്ക് എത്രയാണോ നമ്മുടെ കൈക്കുഴി എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെയും കൂടെ നമുക്ക് 3 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയേക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ 3 ഇഞ്ച് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലേ. പിന്നെ നമ്മുടെ ഈ മാർക്കിൻ്റെ മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചുരുക്കിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. അപ്പോൾ നമ്മുടെ കൈനീളം എത്രയാണെന്ന് നോക്കാം. അതിൽ നിന്ന് നമ്മൾ 6 ഇഞ്ചാണ് എടുത്തത്. 10 ഇഞ്ചാണ് കേട്ടോ നമുക്ക് കൈനീളം വേണ്ടത്. അതിൽ നിന്ന് 6 ഇഞ്ചാണ് നമ്മൾ ഈ സ്ലീവിന് വേണ്ടി എടുത്തത്. താഴേക്ക് ബാലൻസ് 10 ഇഞ്ച് വരും. മുകളിൽ നിന്ന് ഇവിടെ 4.5 ഇഞ്ച് മൈനസ് ചെയ്തത് എപ്പോഴും ഞാൻ പറയാറില്ലേ, 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും മുകളിൽ നിന്നാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് കണക്ട് ചെയ്തതാ ആ 4.5യിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും വളച്ചൊന്നും വരക്കണ്ട, ഇതുപോലെ നല്ല റൗണ്ടിൽ വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്. ഇനി താഴത്തേക്ക് ഇത് വെച്ച് കൊടുക്കണം. നോക്കിയേ, ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്രയാണ് വേണ്ടത്, 4 ഇഞ്ചാണ് വേണ്ടത്. 4 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് 5 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 6 ഇഞ്ചും ഇവിടെ 4 ഇഞ്ചും, അപ്പോൾ 10 ഇഞ്ചായില്ലേ. പക്ഷേ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്പർ ശ്രദ്ധിച്ചല്ലോ. 15-ാം തീയതി ക്ലാസ് തുടങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. വാട്സപ്പിലൂടെയാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ എന്തായാലും നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോ. നമ്പർ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും കേട്ടോ, ലിസ്റ്റും കമൻറ്റ് ബോക്സിലുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഈ താഴത്തെ ബോർഡറിന് കൈവണ്ണം എത്രയാണെന്ന് അളന്ന് നോക്കുക. അതിൻ്റെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ തൊടഭാഗത്തെ വണ്ണം നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ആ അളവും കൂടി ഇവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൈവണ്ണം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് ഈ തുമ്പ് വശത്തുള്ള അതൊക്കെ ഒന്ന് വെട്ടിക്കളയാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ താഴത്തെ ബോർഡർ. അപ്പോൾ ഈ ബോർഡറിൽ നമുക്ക് കസവൊക്കെ പിടിപ്പിക്കണമെങ്കിൽ പിടിപ്പിച്ച് കൊടുക്കാം. ഇതെങ്ങനെ പിടിപ്പിക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുരുക്കിടുക, മോൾ ഭാഗത്തും ചുരുക്കിടുക. മോൾ ഭാഗത്ത് വെട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കോട്ടെ എങ്ങനെയാണെന്ന്. നല്ല ഗുബ്ബാര പോലെ വരണം എന്നുള്ളതെങ്കിൽ നമ്മളിപ്പോൾ 3 ഇട്ടെടുത്ത് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു 6 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ലൂസ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ചുരുക്കിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും ബലൂൺ പോലെ നിൽക്കും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ ഈ ഒരു സ്ലീവ്. ഇതിപ്പോൾ 2 കളറാണെങ്കിൽ അടിപൊളി. ഇപ്പോൾ മുകളിലത്തത് ആ നീലവശം വന്നിട്ട് അടിയിലത്തെ പട്ട നമുക്ക് ഗോൾഡൻ കളർ കസവൊക്കെ കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അതാ നമുക്കിങ്ങനെ ഇതുപോലെ കറക്റ്റായിട്ട് നല്ലൊരു സ്ലീവ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സാരി ബ്ലൗസിനോ പട്ടോട ബ്ലൗസിനോ ഒക്കെ ഇതുപോലത്തെ സ്ലീവൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കൂ കേട്ടോ. അത്ര ഭംഗിയാണിത് കാണാനായിട്ട്. ഇതാ ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കുകയും ചെയ്യാം. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കാണിക്കണമല്ല, ഞാൻ സ്റ്റിച്ച് ചെയ്യണ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഒരു പീസ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കസവോ എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ വെക്കാം കേട്ടോ. പിന്നെ നല്ല കട്ടി വേണമെങ്കിൽ അടിയിൽ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഓക്കെ. എന്നിട്ട് കസവൊക്കെ പിടിപ്പിച്ചതിന് ശേഷം വെറുതെ ഒന്ന് പിടിപ്പിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണം. വക്കൊന്നും മടക്കി അടിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് ഈ മുകളിലത്തെ പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴത്തെ പീസിന് മാത്രം ലൈനിങ് കൊടുക്കുക. ഈ മുകളിലത്തെ ഈ റൗണ്ട് പോലെ ഉള്ളതിന് ലൈനിങ് കൊടുക്കരുത് കേട്ടോ. എന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് ബലൂൺ പോലെ നിൽക്കുകയുള്ളൂ. ഓക്കെ. ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മുടെ ഒരു പീസും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സ്ലീവിന് എടുക്കുമ്പോൾ ഇതുപോലെ 4 പീസ് എടുക്കണം കേട്ടോ, 2 കൈയിലേക്കും കൂടെ. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ സൈഡൊന്ന് ഇങ്ങനെ അടിച്ചിട്ട് അകത്തേക്ക് മറിച്ചെടുക്കുക. അപ്പോൾ കസവൊക്കെ വെച്ചതിൻ്റെ തുമ്പൊക്കെ ഉള്ളിൽ പൊക്കോളും. എന്നിട്ട് അത് അടിയിലേക്ക് വെച്ചിട്ട് ഇതും കൂടെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്പർ എല്ലാവരും നോട്ട് ചെയ്തല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് പഠിപ്പിക്കണതെന്ന് നോക്കുക. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. അതാ നമ്പർ നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടിപൊളി സ്ലീവാണ് കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ലീവ്. ഇത്രയും പട്ടുപാടയും ബ്ലൗസൊക്കെ തയ്ച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ലീവ് ഇതാണ് കേട്ടോ. കുറേ മോഡലുകൾ തയ്ച്ചു. അതിൻ്റെയൊക്കെ തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഓടി വന്നതാണ്. ഇതേപോലെ ആയിരിക്കും തയ്ച്ച് കഴിഞ്ഞാൽ വരണമെന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടി ഒന്നുകൂടെ ഞാനിതൊന്ന് കറക്റ്റായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ലീവാണ് കേട്ടോ ഇത്. അത്ര ഭംഗിയാണ് ഇത് തയ്ച്ച് കഴിയുമ്പോൾ. കുട്ടികൾ ഇട്ടാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞൊറിയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നാളെ ഉത്രാടമാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണമൊക്കെ അടിപൊളിയാവട്ടെ കേട്ടോ. താങ്ക് യു.